iPlusന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ PYQs ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ എക്സാമിന്റെ. അപ്പോൾ ബാക്കി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. അടുത്ത് വരുന്നത് 21st ക്വസ്റ്റ്യൻ ആണ്. 21st ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദ ഡിഫറൻഷ്യൽ അസോസിയേഷൻ തിയറി ഓഫ് സദർലൻഡ്. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻസ്: ക്രിമിനൽ ബിഹേവിയർ ഇസ് അക്വയർഡ് ബൈ ബർത്ത്. Second option, differential association does not vary in frequency, duration, priority and intensity. 3. The process of learning of criminal behavior is different from other learnings. Options ആയിട്ട് കൊടുത്തിരിക്കുന്നത് 1 and 2 are correct, 2 and 3 are correct, all are correct. Option D, all are incorrect. Correct answer, all are incorrect ആണ്. കാര്യം സദർലൻഡിൻ്റെ ഡിഫറൻഷ്യൽ അസോസിയേഷൻ തിയറി എന്ന് പറയുന്നത് ഈ പറയുന്ന ക്രിമിനൽ മൈൻഡ് അല്ലെങ്കിൽ ക്രിമിനൽസ് ആയിട്ടുള്ള ആൾക്കാരുടെ ബിഹേവിയറൽ പാറ്റേൺസ് പഠിക്കാൻ വേണ്ടി ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു തിയറിയാണ്. ആ തിയറിക്കകത്ത് ഈ പറയുന്ന ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് സദർലൻഡ് പറയുന്നത് ക്രിമിനൽ ബിഹേവിയർ എന്ന് പറയുന്നത് ലേൺ ചെയ്യുന്നതല്ല, മറിച്ച് അതായത് ലേൺ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ബർത്തിൽ അക്വയർ ചെയ്യുന്നതല്ല, അതായത് നോബഡി ഈസ് ബോൺ എസ് ക്രിമിനൽസ് എന്നുള്ളതാണ് സദർലൻഡ് പറയുന്നത്. എന്നാൽ നമ്മുടെ ഓപ്ഷനകത്ത് പറയുന്നത് എന്താണ്? ക്രിമിനൽ ബിഹേവിയർ ഇസ് അക്വയർഡ് ബൈ ബർത്ത് എന്നാണ്. അത് ഇൻകറക്റ്റ് ആണ്. അപ്പം ബയോളജിക്കൽ അല്ല, മറിച്ച് ബയോളജിക്കൽ ഓർ ഇൻഹെറിറ്റഡ് ട്രേറ്റ്സ് അല്ല, മറിച്ച് ഈ പറയുന്ന ക്രിമിനൽ ബിഹേവിയർ എന്ന് പറയുന്ന ഒരു സോഷ്യൽ ലേണിങ്ങിന്റെ ഭാഗമാണെന്നാണ് സദർലൻഡിന്റെ തിയറിക്കകത്ത് പറയുന്നത്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്തുകൊണ്ട് ഇൻകറക്റ്റ് ആവുന്നു നോക്കിക്കഴിഞ്ഞാൽ, ഡിഫറൻഷ്യൽ അസോസിയേഷൻസ് എന്ന് പറയുന്നത് ഫ്രീക്വൻസി, ഡ്യൂറേഷൻ, പ്രയോറിറ്റി ആൻഡ് ഇൻറ്റൻസിറ്റി അനുസരിച്ച് വേരി ചെയ്യുന്നതാണ്. വേരി ചെയ്യുന്ന അല്ല, ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന അല്ല എന്നാണ് നമ്മുടെ ഓപ്ഷനകത്ത് കിടക്കുന്നത്. അതുപോലെ ദി ഇമ്പാക്ട് ഓഫ് അസോസിയേഷൻസ് ഡിപ്പെൻഡ്സ് ഹെവിലി ഓൺ ഹൗ ഓഫൺ വൺ ഇൻട്രാക്ട്സ് വിത്ത് സർട്ടൻ ഇൻഡിവിജ്വൽസ്, ഫോർ ഹൗ ലോങ്, അറ്റ് വാട്ട് ഏജ് ആൻഡ് ദി ഇമോഷണൽ ക്ലോസ്നെസ് ഓഫ് ദി റിലേഷൻഷിപ്പ്. അതായത് ഇപ്പം ഈ ബിഹേവിയറൽ പാറ്റേൺസ് ഒക്കെ പഠിക്കുന്നത് ഈ പറയുന്ന ഫാക്ടേഴ്സ് ഇൻട്രാക്ഷൻസ് വഴിയും അതുപോലെ സോഷ്യൽ ലേണിംഗ് ആണ്. റിലേഷൻഷിപ്സിൽ നിന്നും അല്ലെങ്കിൽ പ്രായത്തിൽ നിന്നും അങ്ങനെ ഇമോഷണൽ ക്ലോസ്നെസ്സിൽ നിന്നും ഒക്കെയാണ്. അപ്പോൾ ഈ പറയുന്ന ഇമ്പാക്ട് ഓഫ് അസോസിയേഷൻസ് ബാധിക്കുന്ന ഘടകങ്ങളാണ് സദർലൻഡ് പറയുന്നത്. ഇനി സ്റ്റേറ്റ്മെന്റ് നമ്പർ 3 ഇൻകറക്റ്റ് ആണ്. എന്താണെന്ന് ചോദിച്ചാൽ, ദി തിയറി സ്റ്റേറ്റ്സ് ദാറ്റ് ദി പ്രോസസ് ഓഫ് ലേണിംഗ് ക്രിമിനൽ ബിഹേവിയർ is not different from other learnings. It involves all the same mechanisms as learning any other behavior. അപ്പോൾ ഈ പറയുന്ന മറ്റ് ലേണിങ്സിൽ നിന്ന് ഡിഫറെൻ്റ് ആണ് ഈ പറയുന്ന ക്രിമിനൽ ബിഹേവിയറിൻ്റെ ലേണിംഗ് എന്നാണ് നമ്മുടെ ഓപ്ഷൻ പറയുന്നത്. എന്നാൽ അങ്ങനെയല്ല, മറ്റെന്തൊരു സ്കില്ല് നമ്മൾ പഠിക്കുന്ന പോലെയും അല്ലെങ്കിൽ നമ്മൾ മറ്റെന്തൊരു ബിഹേവിയർ നമ്മുടെ സ്വഭാവത്തിൻ്റെ ഭാഗമാവുന്നത് പോലെ തന്നെയാണ് ഈ ക്രിമിനൽ ബിഹേവിയറിൻ്റെ ലേണിങ്ങും വരുന്നതെന്നാണ് സദർലൻഡിൻ്റെ തിയറി പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 22. Which of the following constitutes white collar crime? Bribery, identity theft, criminal intimidation, sedition. ഇതാണ് ഓപ്ഷൻസ്. നമ്മുടെ ആൻസറിന് വരുന്നത് 1, 2, 3 and 4 are correct. 1 and 2, 2 and 3 are incorrect. 3 and 4 are incorrect എന്നുള്ളതാണ്. കറക്റ്റ് ഓപ്ഷൻ വരുന്നത് 1 and 2 ആണ് ഇതിൽ കറക്റ്റായിട്ട് വരുന്നത്. അതായത് വൈറ്റ് കോളർ ക്രൈംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ വയലൻ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒഫൻസുകളാണ്. ഇത് ടിപ്പിക്കലി ഈ പറയുന്ന ബിസിനസ് പ്രൊഫഷണൽസ് അല്ലെങ്കിൽ പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആൾക്കാർ, അങ്ങനെയുള്ളവർ ഈ പറയുന്ന ഡയറക്റ്റ് അല്ലെങ്കിൽ കൺസീലിംഗ് മെത്തേഡ്സ് വഴി ഫിനാൻഷ്യൽ ഗെയിനിന് വേണ്ടി, സാമ്പത്തിക ലാഭത്തിന് വേണ്ടി നടത്തുന്ന ക്രൈംസ് ആണ് ഈ വൈറ്റ് കോളർ ക്രൈംസ് എന്ന് പറയുന്നത്. അപ്പം ഇത് ചെയ്യുന്ന മാർഗങ്ങൾ ഒന്നെങ്കിൽ ഡിസീറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ കൺസീൽമെന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ അബ്യൂസ് ഓഫ് ട്രസ്റ്റ് ആയിരിക്കാം. ഇതിൽ ബ്രൈബറി എന്ന് പറയുന്നത് ഒരു ക്ലാസിക് വൈറ്റ് കോളർ ക്രൈം ആണ്. കാര്യം നമ്മുടെ ഫിനാൻഷ്യൽ ഗെയിനിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ലാഭത്തിന് വേണ്ടി നമ്മൾ അതിൻ്റെ ഒരു വിഹിതം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഒരാൾക്ക് ഓഫർ ചെയ്ത് അതുവഴി അയാളെ നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കുന്നതാണ്. അതായത് പറയുന്ന പോലെ നമ്മൾ ഇവർക്ക് ബ്രൈബ് കൊടുക്കുക, അവർക്ക് ഏതെങ്കിലും വിധത്തിൽ ലാഭം ഉണ്ടാവുന്ന രീതിയിൽ, കറപ്ഷൻ പോലെയുള്ള കാര്യങ്ങളാണ് ഈ ബ്രൈബറിക്കുള്ളിൽ വരുന്നത്. അപ്പോൾ ഒരു ക്ലാസിക് വൈറ്റ് കോളർ ക്രൈം ആണ്
അപ്പോൾ 1 എന്ന് പറയുന്ന ഓപ്ഷൻ കറക്റ്റ് ആണ്. അടുത്ത് ഐഡന്റിറ്റി തെഫ്റ്റ് ആണ്. ഐഡന്റിറ്റി തെഫ്റ്റും ഈ പറയുന്ന ഒരു ഫോം ഓഫ് സൈബർ ക്രൈം അല്ലെങ്കിൽ സൈബർ ഫ്രോഡ് ആണ്. അതും ഇതുപോലെ തന്നെ ഒരു പേഴ്സന്റെ ഐഡന്റിറ്റിയെ മോഷ്ടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു അയാളുടെ ഐഡന്റിറ്റി ഉപയോഗിച്ച് നമ്മൾ ക്രൈം നടത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രവർത്തികളാണ്. അതും ഒരു വൈറ്റ് കോളർ ക്രൈമിന്റെ പരിധിക്കുള്ളിലാണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് is correct regarding death sentence in India? ആദ്യത്തത്, its constitutionality was upheld for the first time in Bachchan Singh versus State of Punjab, AIR 1980, Supreme Court 898. അടുത്ത ഓപ്ഷൻ, its constitutionality was upheld for the first time in Jagmohan Singh versus State of UP, AIR 1973, 1 SEC 20. Third option, according to section 367 clause 5 Code of Criminal Procedure 1973, life imprisonment is the rule while death sentence is an exception. According to section 354(3) CRPC, death sentence was the rule while life imprisonment an exception. Correct option എന്ന് പറയുന്നത്, ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ, its constitutionality was upheld for the first time in Jagmohan Singh versus State of UP, AR 1973, 1 SEC 20. അപ്പം നമുക്കിവിടെ ഒരു കൺഫ്യൂഷൻ വരും. ബച്ചൻ സിംഗിനകത്തല്ലേ ഈ പറയുന്ന ഡെത്ത് സെന്റൻസ് വന്നേക്കുന്നത് എന്നുള്ളൊരു സംശയം നമുക്ക് സ്വാഭാവികമായിട്ട് വരും. എന്നാൽ അങ്ങനെയല്ല. നമ്മളിങ്ങനെ മനസ്സിലാക്കേണ്ടത്, കോൺസ്റ്റിറ്റ്യൂഷണാലിറ്റി ഓഫ് ഡെത്ത് സെന്റൻസ് അപ്ഹെൽഡ് ചെയ്തിരിക്കുന്നത് ജഗ്മോഹൻ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് യുപിക്കകത്ത് തന്നെയാണ്. അതായത് ഒരു ഡെത്ത് പെനാൽറ്റി കൊടുക്കുന്നത് ഒരിക്കലും കോൺസ്റ്റിറ്റ്യൂഷന്റെ റൈറ്റ് ടു ലൈഫിന് വിരുദ്ധമല്ല എന്ന് കോടതി എടുത്തു പറയുന്നത് ജഗ്മോഹൻ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് യുപിക്കകത്താണ്. എന്നാൽ ഡെത്ത് പെനാൽറ്റിയെ അതുപോലെ തന്നെ ഡെത്ത് പെനാൽറ്റിയെ ആദ്യമായി ചലഞ്ച് ചെയ്ത് ഒരു 5 ബെഞ്ച് സുപ്രീം കോടതി 5 ബെഞ്ചിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചിൽ വഴി ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റിയെ അപ്ഹെൽഡ് ചെയ്തത് ജഗ്മോഹൻ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് യുപിക്കകത്താണ്. ഒരു രീതിയിലും ഈ പറയുന്ന ഡെത്ത് സെന്റൻസ് എന്ന് പറയുന്നത് റൈറ്റ് ടു ഇക്വാളിറ്റി, റൈറ്റ് ടു പേഴ്സണൽ ഫ്രീഡം ആൻഡ് റൈറ്റ് ടു ലൈഫിന് വയലേഷനിലല്ല പോകുന്നത് എന്നും ഇതൊരു പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ് ബൈ ലോ വഴിയുള്ള ഒരു പ്രൊവിഷനാണ് എന്നും പറയുന്നത് ഈ കേസിനകത്താണ്. ബച്ചൻ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബിനകത്ത് നമ്മൾ ഈ പറയുന്ന ഡെത്ത് പെനാൽറ്റിയിൽ തന്നെയുള്ള, അതായത് ഡെത്ത് പെനാൽറ്റി അവോയ്ഡ് ചെയ്യാം, എന്നാൽ റെയറസ്റ്റ് ഓഫ് ദ റെയർ ആയിട്ടുള്ള കേസുകളിൽ മാത്രമേ ഡെത്ത് പെനാൽറ്റി കൊടുക്കാവൂ. ലൈഫ് ഇംപ്രിസൺമെന്റ് എന്ന് പറയുന്നത് റൂളും ഡെത്ത് പെനാൽറ്റി എക്സെപ്ഷനുമാണ് എന്ന് പറയുന്നതാണ് ഈ പറയുന്ന ബച്ചൻ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണാലിറ്റിയെ ഫസ്റ്റ് ടൈമിൽ, അതായത് ഡെത്ത് പെനാൽറ്റിയുടെ കോൺസ്റ്റിറ്റ്യൂഷണാലിറ്റി ഫസ്റ്റ് ടൈമിൽ അത് അഡ്രസ് ചെയ്യുന്നത് ബച്ചൻ സിംഗിലല്ല, ജഗ്മോഹൻ സിംഗിന്റെ കേസിനകത്ത് ആണ്. അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ബച്ചൻ സിംഗിന്റെ കേസിനകത്തല്ല, ജഗ്മോഹൻ സിംഗിന്റെ കേസിനകത്താണ് കോൺസ്റ്റിറ്റ്യൂഷണാലിറ്റി കറക്റ്റ് ആണെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഓപ്ഷൻ എ കറക്റ്റ് അല്ലാതെ വരുന്നത്. ഇനി ഓപ്ഷൻ സിയുടെ കാര്യത്തില് സെക്ഷൻ 367(5) CRPC, ലൈഫ് ഇംപ്രിസൺമെന്റ് ഇസ് ദ റൂൾ വൈൽ ഡെത്ത് സെന്റൻസ് ഇസ് എൻ എക്സെപ്ഷൻ എന്നാണ് സി എന്ന് പറയുന്ന ഓപ്ഷൻ പറയുന്നത്. ഇതിന്റെ പ്രിൻസിപ്പിൾ കറക്റ്റ് ആണ്, പക്ഷേ CRPCക്കകത്തുള്ള സെക്ഷൻ പറയുന്നത് തെറ്റാണ്. അതുപോലെ 354(3)കകത്ത് ലൈഫ് ഇംപ്രിസൺമെന്റ് റൂളും ഡെത്ത് സെന്റൻസ് എക്സെപ്ഷൻ ആണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സ്പെഷ്യൽ റീസൺസ് ഉണ്ടായിരിക്കണം ഡെത്ത് സെന്റൻസ് കൊടുക്കുന്ന കേസുകളിൽ എന്നും കൂടി 354(3)കകത്ത് പറയുന്നുണ്ട്. സെക്ഷൻ 367(5) റെഫേഴ്സ് ടു ഓൾഡ് CRPC ആണ്, അതായത് 1898 ഓൾഡ് CRPC ആണ് ഈ 367(5) എന്ന് പറയുന്ന പ്രൊവിഷൻ വരുന്നത് ഈ പറയുന്ന കാര്യത്തിന്. അതിന്റെ റിവേഴ്സ് കറക്റ്റ് ആയിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. 354(3) എന്ന് പറയുന്ന ഡെത്ത് സെന്റൻസ് റൂളും ഈ പറയുന്ന ലൈഫ് ഇംപ്രിസൺമെന്റ് എക്സെപ്ഷനും ആണെന്നാണ് പറയുന്നത്. ഇതും ഈ പറയുന്ന 1898 കോഡിനകത്തുള്ള സെക്ഷൻ നമ്പർ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്.
ഇനി മാർക്ക് ദി കറക്റ്റ്ലി പെയർഡ് മാച്ചാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഗബ്രിയൽ ടാഡെ ക്ലാസിക്കൽ സ്കൂൾ, ലോംബ്രോസോ അറ്റാവിസം, ബന്ധം പോസിറ്റീവ് സ്കൂൾ, എൻറിക്കോ ഫെറി നിയോ ക്ലാസിക്കൽ സ്കൂൾ. ഇതിൽ ആരാണ് കറക്റ്റ് ആയിട്ട് സ്കൂൾസുമായി മാച്ച് ചെയ്തിരിക്കുന്ന പെയർ എന്നുള്ളതാണ് ചോദ്യം. കറക്റ്റ് ആൻസർ ലോംബ്രോസോ അറ്റാവിസം ആണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറ്റാവിസം എന്ന് പറയുന്ന കറക്റ്റ് പെയറിങ് വന്നിരിക്കുന്നത് ലോംബ്രോസോയുടെ സ്കൂളുമായിട്ടാണ്. സീസർ ലോംബ്രോസോ എന്ന് പറയുന്നത് ഫാദർ ഓഫ് മോഡേൺ ക്രിമിനോളജി എന്നാണ് നമ്മൾ പറയുന്നത്. ഹീസ് എ ലീഡിങ് ഫിഗർ ഓഫ് ദ പോസിറ്റീവ് സ്കൂളാണ് ലോംബ്രോസോ. അയാൾ പ്രപ്പോസ് ചെയ്ത തിയറിയാണ് അറ്റാവിസം. അത് പറയുന്നത് ക്രിമിനൽസ് വെയർ ബോൺ ക്രിമിനൽസ്, അതായത് ബയോളജിക്കൽ ത്രോബാക്സ് ആണ്. അതായത് പ്രിമിറ്റീവ് ഇവല്യൂഷണറി സ്റ്റേജിലെ ബയോളജിക്കൽ ത്രോബാക്സ് വഴിയാണ് ഒരു കുട്ടി ക്രിമിനലായി ജനിക്കുന്നത്. അതായത് ഒരു ക്രിമിനൽ അതായത് ക്രിമിനൽസ് എപ്പോഴും ബോൺ ക്രിമിനൽസ് ആണ്, അല്ലാണ്ട് സൊസൈറ്റി അവരെ ക്രിമിനലാക്കി മാറ്റുന്നത് അല്ല എന്നായിരുന്നു ലോംബ്രോസോയുടെ തിയറി. അപ്പോൾ അതുകൊണ്ട് ഹീസ് കൺസിഡേർഡ് ആസ് ഫാദർ ഓഫ് മോഡേൺ ക്രിമിനോളജി. അപ്പം ലോംബ്രോസോ മുന്നോട്ട് വെച്ച ആശയമാണ് അറ്റാവിസം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് വരുന്നത്. ഇനി ഗബ്രിയൽ ടാഡെ ക്ലാസിക്കൽ സ്കൂൾ എന്നാണ് ഓപ്ഷൻ തന്നിരിക്കുന്നത്. എന്നാൽ ഗബ്രിയൽ ടാഡെ ഫ്രഞ്ച് സോഷ്യോളജിസ്റ്റ് ആയിരുന്നു. പുള്ളി പോസിറ്റീവ് സ്കൂളാണ്, ക്ലാസിക്കൽ സ്കൂൾ അല്ല. പോസിറ്റീവ് സ്കൂൾ എന്ന് പറയുന്നത് is a specifically the sociological school within positivism. അതായത് പോസിറ്റീവ് സ്കൂളിനുള്ളിലെ സോഷ്യോളജിക്കൽ സ്കൂൾ ഓഫ് ലോയുടെ പരിധിയിൽ വരുന്ന ആളായിരുന്നു ഗബ്രിയൽ ടാഡെ. പുള്ളി ഈ പറയുന്ന മറ്റ് ക്ലാസിക്കൽ സ്കൂളിലെ മറ്റ് കീ ഫിഗേഴ്സ് എന്ന് പറയുന്നത് സെസേർ ബെക്കാരി ആൻഡ് ജെറമി ബന്ധമാണ്, അല്ലാണ്ട് ഗബ്രിയൽ ടാഡെ അല്ല. അടുത്ത് ബന്ധമിന് കൊടുത്തിരിക്കുന്ന പോസിറ്റീവ് സ്കൂളാണ്. എന്നാൽ ബന്ധം എന്ന് പറയുന്നത് ക്ലാസിക്കൽ സ്കൂൾ ഓഫ് ക്രിമിനോളജി അഡ്വക്കേറ്റ് ചെയ്തിരുന്ന ഒരാളായിരുന്നു. അറിയാലോ, ബന്ധത്തിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള തിയറി എന്ന് പറയുന്നത് ഏതായിരുന്നു? ബന്ധമിന്റെ തിയറി എന്ന് പറയുന്നത് സോഷ്യോളജിക്കൽ സ്കൂൾ, സോഷ്യൽ എഞ്ചിനീയറിംഗ് തിയറിയാണ്. അപ്പം പോസിറ്റിവിസ്റ്റിനകത്തുള്ള സോഷ്യോളജിക്കൽ സ്കൂളിലും പിന്നെ ഈ ക്രിമിനോളജിയിലുമായിരുന്നു ജെറമി ബന്ധം ഉൾപ്പെട്ട് വന്നിരുന്നത്. അപ്പോൾ പെർസെ പോസിറ്റീവ് സ്കൂളിന്റെ കൺസെപ്റ്റിനുള്ളിൽ വരുന്ന ഒരാളല്ല. ഹി വാസ് ഇൻ ഒപ്പോസിഷൻ ടു ദ പോസിറ്റീവ് സ്കൂൾ ഓഫ് ലോ. അടുത്ത് എൻറിക്കോ ഫെറി നിയോ ക്ലാസിക്കൽ സ്കൂൾ എന്നാണ് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. എന്നാൽ എൻറിക്കോ ഫെറി ലോംബ്രോസോയുടെ സ്റ്റുഡൻ്റ് ആയിരുന്നു. ഹി വാസ് എ മേജർ ഫിഗർ ഇൻ പോസിറ്റീവ് സ്കൂൾ ആൻഡ് ഓൾസോ കോൺസെൻട്രേറ്റഡ് ഓൺ സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ഫാക്ടേഴ്സ് ഇൻ ക്രൈം ആണ്. നിയോ ക്ലാസിക്കൽ സ്കൂളിന്റെ ഭാഗം അല്ലായിരുന്നു. ഈ നിയോ ക്ലാസിക്കൽ സ്കൂൾ എന്ന് പറയുന്ന ഒരു ലേറ്റർ സ്റ്റേജ്, അതായത് ക്ലാസിക്കൽ സ്കൂളിന്റെ എസ്റ്റാബ്ലിഷ്മെന്റിന് ശേഷം ക്ലാസിക്കൽ സ്കൂളിന്റെ പ്രിൻസിപ്പിൾസിൽ നിന്ന് ഇൻഡിവിജ്വൽ ഓവർ ദ പീരീഡ് ഓഫ് ടൈം വന്ന പുതിയ സർക്കംസ്റ്റൻസസിലേക്ക് ഇവോൾവ് ചെയ്ത് വരുന്ന ഒരു ലേറ്റർ സ്റ്റേജിൽ ഇവോൾവ് ചെയ്ത് വരുന്ന ഒരു സ്കൂളാണ് നിയോ ക്ലാസിക്കൽ സ്കൂൾ എന്ന് പറയുന്നത്. അതിന്റെ പരിധിയിൽ അല്ല ഈ പറയുന്ന എൻറിക്കോ ഫെറി വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് കേസസ് ദ സുപ്രീം കോർട്ട് സപ്പോർട്ടഡ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഓപ്പൺ പ്രിസൺസ്? അത് പ്രഭാദത്ത് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 1982 1 SCC 1, ധരംബീർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് UP 1979 3 SCC 645, ഫ്രാൻസിസ് കൊറാലി മുളിൻ വേഴ്സസ് നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഡൽഹി, State of Maharashtra versus Prabhakar Pandurang AR 1966, Supreme Court 424. Correct answer Dharamveer versus State of UP ആണ് 1979 3 SCC 645. അപ്പോൾ നമുക്ക് ഓപ്പൺ പ്രിസന്റെ കാര്യവുമായി ബന്ധപ്പെട്ട് വരുന്നത് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര വേഴ്സസ് പ്രഭാകർ പാണ്ഡുരംഗ് AR 1966 സുപ്രീം കോർട്ട് 424 നോക്കിക്കഴിഞ്ഞാൽ ഈ കേസിനകത്ത് കോടതി പറയുന്നത് പ്രിസണേഴ്സിന് പേഴ്സണൽ ലിബർട്ടിക്കുള്ള റൈറ്റ് ഉണ്ട്. അതായത് റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി എന്ന് പറയുന്ന റൈറ്റ് പ്രിസണറിനും ഉണ്ട്. അതിൽ ഇൻക്ലൂഡ് ചെയ്ത് വരുന്നതാണ് റൈറ്റ് ടു റൈറ്റ് എ ബുക്ക്, ഒരു ബുക്ക് എഴുതാനോ അല്ലെങ്കിൽ ഗെറ്റ് ഇറ്റ് പബ്ലിഷ്ഡ്.
അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും അതോറിറ്റി ഓഫ് ലോ ഒരു രീതിയിലും ഒരു തടസ്സം നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞ കേസാണ്